നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹൽവയാണ്. സാധാരണ നമ്മൾ ഹൽവ തയ്യാറാക്കുമ്പോൾ കുറച്ചധികം നെയ്യ് ചേർക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ റെസിപ്പിയിൽ ഒരു തുള്ളി നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഹൽവ പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഹൽവ എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിനായി ഒരു കടായിലോട്ട് 3 കപ്പ് അവലെടുക്കുന്നുണ്ട്. ഞാനിവിടെ ബ്രൗൺ അവലാണ് എടുക്കുന്നത്, അതായത് മട്ട റൈസിൻ്റെ അവൽ. വെള്ള അവലാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് കുറച്ചും കൂടി നല്ലത് മട്ട റൈസിൻ്റെ അവലാണ്. ബ്രൗൺ അവൽ എടുക്കുകയാണെങ്കിൽ ഹൽവയ്ക്ക് നല്ലൊരു കളറും കിട്ടുകയും ചെയ്യും. 3 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കാരണം ഇനി ഈ അവൽ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്യാതെ പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടില്ല. ഇതിപ്പോൾ അവൽ വറുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാകം എങ്ങനെയെന്ന് അറിയുമെന്ന് വെച്ചാൽ കുറച്ച് അവൽ നല്ല ചൂടുണ്ട് കേട്ടോ. അവൽ ഇതേ കുറച്ചിങ്ങനെ ഒന്ന് പൊടിച്ച് നോക്കാം. ഇതിങ്ങനെ പൊടിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ കേട്ടോ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് നമുക്ക് ആകേണ്ടത്. ഇനി ഗ്യാസ് ഓഫാക്കാം. തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ്, മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ശർക്കരയാണ് ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് ശർക്കര ചേർക്കുന്നുണ്ട്. അതൊന്ന് ഉരുക്കിയെടുക്കാം. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കര ചേർക്കുമ്പോൾ ഇതുപോലത്തെ ഡാർക്ക് ശർക്കര ചേർക്കാൻ തന്നെ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഹൽവയ്ക്ക് നല്ലൊരു കളർ തന്നെ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കരയുടെ അളവെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എത്രയാണോ അവലെടുക്കുന്നത് അതിൻ്റെ ജസ്റ്റ് ഹാഫ് ആയിരിക്കണം ശർക്കര എടുക്കേണ്ടത്. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ശർക്കര അരിഞ്ഞ് കിട്ടും. ഇതിപ്പം കണ്ടോ, ഒരു 2-3 മിനിറ്റ് ആയതേ ഉള്ളൂ. നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ശർക്കര നൂൽപ്പരുവം ആകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉരുകി കിട്ടിയാൽ മതിയാവും. ഇനി ഗ്യാസ് ഓഫാക്കാം. അടുത്ത സ്റ്റെപ്പ്, നമുക്ക് നാളികേരത്തിൻ്റെ പാൽ എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് നാളികേരം മിക്സിയിൽ ഒരു വലിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഹൽവയ്ക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് നാളികേരത്തിൻ്റെ പാലാണ്. ഇത് 1-ാം പാലും 2-ാം പാലും എടുക്കണം. ഇതിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം 1-ാം പാൽ എടുക്കാം. 1-ാം പാൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. 2-ാം പാൽ എടുക്കാം. 2 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. 2-ാം പാലും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. 1-ാം പാല് 2-ാം പാല് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ്, പുറത്ത് വെച്ചേക്കുന്ന അവൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയ ജാറാണ് ഏറ്റവും നല്ലത്. പുറത്ത് വെച്ചേക്കുന്ന അവലിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇട്ടിട്ട് ഒരു 2-3 പ്രാവശ്യമായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അവൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് ആയാലും കുഴപ്പമില്ല, പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ് ഒന്നും എടുക്കരുത്. ഇനി ഇതിലോട്ട് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നെയ്യാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നെയ്യ് ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നട്ട്സ് ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വെളുത്ത എള്ളാണ് ചേർക്കുന്നത്. അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹൽവ ഒന്ന് ഡീമോൾഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് കുറച്ച് ഒന്ന് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ഹൽവ ഉണ്ടാക്കുന്നതിന് മുന്നേ റെഡിയാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഹൽവ ഉണ്ടാക്കിയതിന് ശേഷം ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കുന്നത്. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് എടുക്കരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇവിടെ കുറച്ച് നട്ട്സും കൂടി എടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ബദാമും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മാക്സിമം ഒരു 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഈ ബദാമും അതുപോലെ തന്നെ കാഷ്യൂനട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നിലക്കടലയില്ലേ, കപ്പലണ്ടി, അത് വേണമെങ്കിലും ചേർക്കാം. നിലക്കടല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൽവ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ ഹൽവ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം എടുക്കുക. നല്ല ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന നാളികേരത്തിൻ്റെ പാൽ ഒന്നും കൂടി ഒന്ന് അരിച്ച് ഒഴിച്ചെടുക്കാം. ഒന്നും കൂടി ഒന്ന് അരിച്ച് ഒഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന അവലും കൂടി ചേർക്കാം.
ഇനി ഇത് ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്താക്കി എടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മിക്സിയിലൊന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്താക്കി തന്നെ എടുക്കാം. ഇനി ഗ്യാസ് ഓണാക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നോക്കുന്നുണ്ട് ഈ ഒരു സ്റ്റേജ് എത്തണം, അതായത് ചെറുതായിട്ടൊന്ന് പൊട്ടി വരണം. അപ്പോൾ ഫ്ലെയിം ഒരു ഹൈ ഫ്ലെയിമിലാണ് വച്ചേക്കുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം തീരെ ലോ ആക്കി വയ്ക്കാം. നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കര ചേർക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വയ്ക്കുക. ശർക്കര ചേർത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി വയ്ക്കുക. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ഹൽവ ഉണ്ടാക്കുമ്പോൾ നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കുക. പിന്നെ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഹൽവ റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറഞ്ഞതൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൈയെടുക്കാതെ ഇളക്കണം നിർബന്ധമില്ല, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി തന്നെ വയ്ക്കുക. അപ്പോൾ നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ ഒരു നീളമുള്ള തവിയോ അല്ലെങ്കിൽ സ്പാച്ചുലോ എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതുകൊണ്ട് തന്നെ പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നീളമുള്ള തവിയോ സ്പാച്ചുലോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലോട്ട് തെറിക്കില്ല. ശർക്കരയും കൂടെ ചേർത്തിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് ഏലം പൊടിച്ചത് ചേർക്കാം. പിന്നെ ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് എത്തണം. രാവിലും ശർക്കരയും ഏലം കൂടെ ചേരുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഏലം കൂടെ ചേർത്തിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. മുന്നത്തെ കാട്ടിലും കണ്ടോ കുറച്ചും കൂടി കളറൊന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന നട്ട്സും കൂടി ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് എള്ളും കൂടി ചേർക്കുകയാണ്. അപ്പോൾ വെള്ള എള്ളം ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക. ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഹൽവ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഈ നട്ട്സ് കഴിക്കുന്നതൊക്കെ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഫ്ലെയിം നമ്മൾ എപ്പോഴും ഹൈ തന്നെ വയ്ക്കുക. എന്നാൽ മാത്രമേ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടത്തുള്ളൂ. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവയാണ്. ഇതിൽ നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിൽ അവിലാണ് ചേർക്കുന്നത്. അവിൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പറ്റുകയാണെങ്കിൽ മട്ട റൈസിൻ്റെ അവലിനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ള അവലാണെങ്കിലും നമുക്ക് ഈ ഒരു കളർ കിട്ടണം എന്നില്ല. അപ്പോൾ അത് എല്ലാം കൊണ്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവയാണ്. അപ്പോൾ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ വീക്കെൻഡിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് വൈകുന്നേരം ചായയുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു മധുരം കഴിക്കണം എന്ന് തോന്നാറില്ലേ, ആ ഒരു സമയത്തൊക്കെ ചെറിയൊരു പീസ് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും വീട്ടിലുണ്ടാക്കുമ്പോൾ എന്തുകൊണ്ടും നല്ലത് തന്നെയല്ലേ. ഈ ഒരു സ്റ്റേജ് എത്തണം. ചെറുതായിട്ടൊന്നിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇനി നമ്മൾ നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന ആ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ചൂടോടുകൂടി തന്നെ നമുക്ക് നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് മാറ്റാം. ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഡീമോൾഡ് ചെയ്ത് മുറിക്കാവൂ. അപ്പോൾ മാക്സിമം ഒരു 4 മുതൽ 5 മണിക്കൂറെങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. എന്നാൽ മാത്രമേ ഹൽവ നല്ല സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തലേദിവസം രാത്രിയാണ് ഹൽവ ഉണ്ടാക്കിയത്. ഇതിപ്പോൾ അടുത്ത ദിവസം ആയിട്ടുണ്ട്. അടുത്ത ദിവസം കഴിക്കുമ്പോഴാണ് ആ ഒരു ഹൽവയുടെ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ ദേ നമ്മുടെ ഹൽവ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. അതിന് മുന്നേ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വിടർത്തി കൊടുക്കാം. ഒരു നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊടുമ്പോൾ തന്നെ കണ്ടോ നന്നായിട്ട് എണ്ണ തെളിയുന്നുണ്ട്. ഇത് നമ്മൾ ചേർത്ത നാളികേരത്തിൻ്റെ എണ്ണയാണ്. നമ്മളിതിൽ നെയ്യോ ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്യണം. നോക്കൂ,
നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടെക്സ്റ്റ് ആട്ടോ. അങ്ങനെ എല്ലാം ഒന്ന് പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. നോക്കൂ, നല്ല സോഫ്റ്റ് ഹൽവയാണ് ഇത്. നമ്മൾ ശരിക്കും ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന കറുത്ത ഹൽവയുടെ ഒരു ടെക്സ്റ്റ് ആട്ടോ. ഞാനൊന്ന് കഴിച്ചു നോക്കിയപ്പോൾ ഇത് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന കറുത്ത ഹൽവയുടെ അതേ ടേസ്റ്റാണ്. ഇത് അവൽ വെച്ചിട്ടുണ്ടാക്കിയെന്ന് ആരും പറയില്ല. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവയാണ്. സാധാരണ നമ്മൾ ഹൽവ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി നെയ്യ് ആവശ്യമായിട്ടുണ്ട്. ഇതിൽ ഒരു തുള്ളി നെയ്യ് പോലും നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ വളരെ ഹെൽത്തിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കരുത്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്